അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം പാവയ്ക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ പാവയ്ക്ക വെച്ചിട്ട് തീയലുണ്ടാക്കിയാലോ. അപ്പം ഞാൻ അതിനായിട്ട് പാവയ്ക്ക 3-4 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് അതിനുള്ളിലെ കുരുവും ആ ഒരു വൈറ്റ് തൊലിയൊക്കെ ചിരകി കളഞ്ഞ് അതിനുശേഷം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ തിൻ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് കയ്പ്പ് പോകാനായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉപ്പ് വെള്ളത്തിലിട്ടാൽ കയ്പ്പ് കുറയുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കയ്പ്പ് പോകാൻ വേണ്ടിയിട്ട് ഉപ്പുവെള്ളത്തിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം കയ്പ്പ് പോകുമെന്ന്. അപ്പം അതേ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചു. ഒരു 10-15 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരകി എടുത്ത് അത് വറുത്തെടുക്കാം. അപ്പോൾ അതേ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉണ്ട പുളി എടുത്ത് പിഴിയാനായിട്ട് വെച്ചിട്ടുണ്ട്, നമ്മുടെ വാളംപുളി. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് ഈ നമ്മുടെ തേങ്ങ ചിരകിയത് വറുത്തെടുക്കാം. ഈ വറുത്ത് അരച്ചാണല്ലോ സാധാരണ തീയൽ വയ്ക്കുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് തീയൽ വയ്ക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട് എൻ്റെ തീയലെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം. കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേ നല്ല രീതിയിൽ തേങ്ങ വറുത്തെടുക്കുവാണ്. തേങ്ങ വറുത്തെടുക്കൽ നല്ല പണിയാണ്. കുറേ നേരം നമ്മളിങ്ങനെ നിന്നിളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ദേ അങ്ങനെ നിന്നിളക്കി കളറ് മാറി വന്ന് അവസാനം ഈ കളറായി. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറഞ്ഞ ഫ്ലെയിമിൽ കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇത് ഇളക്കി അവസാനം എൻ്റെ ആ തേങ്ങയുടെ കളർ എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വന്നു. ഒരു നല്ല ഡാർക്ക് ഷെയ്ഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. കൂട്ടിയിട്ട് കരിച്ചെടുക്കരുത്. കുറച്ച് ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി അവസാനം ദേ ഈ കളറിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ എൻ്റെ നല്ല കളറിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2 സവാള എടുത്തു, 3-4 ചെറിയുള്ളി എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ തന്നെ പുളി പിഴിഞ്ഞതൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഗ്രേവിക്കായിട്ട് ആദ്യം ഞാൻ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തു. നമുക്ക് അടുപ്പത്ത് പാൻ വയ്ക്കാം. പാനിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതൊക്കെ ഇട്ട് വഴട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. എൻ്റെ ഈ പാത്രം ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ നിന്ന് ഇളക്കി എടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാനിതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇതേ ഇളക്കി എടുക്കുവാണ്. ഇനി നമുക്ക് അതിനുശേഷം സവാള ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. സവാളയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം സവാളയും നന്നായിട്ട് വഴട്ടിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് വരുമ്പോൾ. ആ ഒരു സവാളയുടെയും അതുപോലെ തന്നെ എണ്ണയുടെയൊക്കെ ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടും. അതിനുശേഷം നമുക്കിതേ നല്ല രീതിയിൽ വഴട്ടി എടുത്തിട്ട് അവസാനം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഇപ്പം ചേർക്കണം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴായാലും ചേർത്താൽ മതി. ഞാൻ സവാള വഴട്ടുമ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടുന്നൊക്കെ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ സാധാരണ സവാള ഒക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളിതേ ഒരു പാവയ്ക്ക അരിഞ്ഞു വെച്ചത് കഴുകി വാരിയൊക്കെ എടുത്തിട്ടുണ്ട്. 3-4 പ്രാവശ്യം ഞാൻ കഴുകി എടുത്തു. നമുക്ക് കുറച്ച് പാവയ്ക്ക എടുത്ത് മാറ്റി വയ്ക്കാം. ഒരു പാവയ്ക്ക ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പാവയ്ക്ക എടുത്ത് മാറ്റി വെച്ചു. ബാക്കി പാവയ്ക്ക നമുക്ക് ഈ ഉള്ളി വഴണ്ടുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഞാൻ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇളക്കി വഴട്ടിയെടുക്കാം. ഇത് നമ്മൾ വറുത്തെടുത്ത് ഈ തേങ്ങയാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചും കൂടെ വെക്കാം. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാനത് അരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വഴണ്ട ഉള്ളിയിലേക്ക് നമുക്കിനി പയ്യെ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാവയ്ക്ക ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാവയ്ക്കയും ഉള്ളിയും കൂടെ നല്ല രീതിയിൽ വഴട്ടിയെടുക്കണം. ആ പാവയ്ക്ക ഒന്ന് ഉള്ളിയിൽ കിടന്ന് നല്ല രീതിയിൽ വഴണ്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. നിർത്താതെ ഇളക്കിക്കൊണ്ടിരുന്ന് അടി പിടിക്കാതിരിക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വഴട്ടി എടുക്കുവാണ്. അത്യാവശ്യം കുറച്ച് സമയം എടുത്തു എനിക്ക് ഈ തീയലുണ്ടാക്കി വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പിന്നെ ഈ തേങ്ങ വറുത്തരയ്ക്കുന്ന ആ ഒരു പരിപാടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പാവയ്ക്കയും ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ പാവയ്ക്കയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നത് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല, എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതാണിത്. അതിനുശേഷം ഞാൻ ആവശ്യത്തിന് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു.
ഇളക്കി യോജിപ്പിച്ച് അവസാനം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് നമുക്ക് ഈ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ബാക്കി വന്ന അരപ്പിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി നന്നായിട്ട് അരപ്പാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഒരു കുറുകിയ പാകത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നല്ലൊരു പേസ്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ആ പുളിയില്ലേ, ആ പുളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്തോരം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പുളി ചേർത്തു, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഒത്തിരി കുറുകേണ്ടവർക്ക് അങ്ങനെ ആവാം, അതല്ല കുറച്ച് ചാറ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയാവും. അപ്പോൾ ഞാനൊരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാണ് ആക്കിയെടുത്തത്. അപ്പോൾ ഏകദേശം ഒരു പേസ്റ്റ് രൂപമായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ പറയില്ല, എൻ്റെ റെസിപ്പിയാണ്, എൻ്റെ പരീക്ഷണമാണ്. ഞാൻ ആദ്യം മാറ്റി വെച്ച പാവയ്ക്കയും ചക്കക്കുരുവും കൊണ്ട് ഞാനൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഇതിന് പുറകെ ഇടുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ